രാവിലെ തന്നെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മഴയൊന്ന് തോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ മുറ്റം ഒന്ന് വൃത്തിയാക്കിയിട്ട് അത്തപ്പൂ ഇടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തലേ ദിവസത്തെ പൂക്കളെല്ലാം നമ്മൾ വാരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അത്തത്തറ ഞാനൊന്ന് ചാണകം വെച്ചൊന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും ഇന്ന് വെളുപ്പിനെയൊക്കെ നല്ല മഴയായതുകൊണ്ട് മുറ്റമൊക്കെ നന്നായിട്ട് നനഞ്ഞ് കുതിർന്ന് കിടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചാണകം തളിച്ചു കൊടുക്കുന്ന നേരത്ത് ചാണകത്തിന്റെ മണ്ണിന്റെ ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളർ ആയിരുന്നു കേട്ടോ. ഈ ഒരു പരുവായിട്ടുണ്ട് നമ്മുടെ അത്തത്തറ. ചാണകം തളിച്ചു കഴിഞ്ഞ് ബാക്കി വന്ന വെള്ളം ഞാൻ ഇവിടെ എല്ലാം ഒന്ന് കുടഞ്ഞു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് പോവാം. അതിന് മുന്നേ പൂക്കൾ പറിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വട്ടയില പറിച്ചെടുത്തു കേട്ടോ. ഇന്ന് വിശാഖ നാളായതുകൊണ്ട് തന്നെ നമുക്ക് 4 വരി വേണം. അതുകൊണ്ട് 4 തരത്തിലുള്ള പൂക്കൾ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. കോളാമ്പിപ്പൂവും ശംഖുപുഷ്പവും അരുളിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ പൂക്കളത്തിലേക്ക് വേണ്ടുന്ന പ്രധാന പുഷ്പങ്ങൾ. പക്ഷെ ഇതൊന്നും നമ്മുടെ വീട്ടിലില്ലാത്ത കാരണം ഉള്ള പൂക്കൾ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടു കേട്ടോ. പൂക്കളൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഓരോരോ പൂക്കളായിട്ട് ഇട്ട് കൊടുക്കാം. തൃക്കാക്കരയപ്പന് ഞാൻ തെറ്റിപ്പൂവും തുളസിപ്പൂവും കൂടാണ് കേട്ടോ വെച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ വരിയായിട്ട് മഞ്ഞ കളറിലുള്ള തെറ്റിപ്പൂ ഇട്ട് കൊടുത്തു. തെറ്റിപ്പൂവിന്റെ തണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ നമ്മൾ നമ്മുടെ പൂക്കളത്തിൽ ചുവന്ന കളർ തെറ്റിപ്പൂ ആയിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതുകൊണ്ട് ഞാൻ മഞ്ഞ നിറത്തിലുള്ളത് എടുത്തേ. ഈ ഒരു തെറ്റിപ്പൂവിന് തണ്ടിന് നല്ല കട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസം വന്നു കേട്ടോ ഇത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മഴക്കോളും കാണുന്നുണ്ട്. അപ്പൊ മഴയ്ക്ക് മുന്നേ നമുക്ക് ഇത് ഇട്ടിട്ട് കയറണം കേട്ടോ. ആദ്യത്തെ വരി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വരിയായിട്ട് കമ്മൽപ്പൂ ആണ് ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത്. കമ്മൽപ്പൂവിന്റെ ഇടയ്ക്ക് ഞാൻ തുളസിയിലയും കൂടി വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, കമ്മൽപ്പൂ മാത്രമായിട്ട് തന്നെ വെച്ചു കൊടുക്കാന്ന്. അങ്ങനെ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ വരിയായിട്ട് ഞാൻ പിങ്ക് കളർ ചെമ്പരത്തിയാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചെമ്പരത്തിയുടെ കാര്യം ഞാൻ മറന്നേ പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള പൂക്കൾ പറിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി പറിക്കുന്നത് കാണിച്ചാണ്. നാലാമത്തെ വരിയായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് മന്ദാരമാണ് കേട്ടോ. മന്ദാരം ഇവിടെ അത്യാവശ്യം പൂക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പൂക്കളം. നമ്മുടെ പൂക്കളെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.